ഏവർക്കും നാഷണൽ അക്കാദമിയിലേക്ക് സ്വാഗതം. നിങ്ങൾ NIOS +2 കൊമേഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവരാണോ? അതിലൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ബിസിനസ് സ്റ്റഡീസ്. ബിസിനസ് സ്റ്റഡീസിലെ 6ാമത്തെ അധ്യായം ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് എന്നുള്ളത് നിങ്ങളെ +2 വിജയത്തിൽ ഒരു പടി മുന്നിലെത്തിക്കാൻ സഹായിക്കുന്ന ഒരു അധ്യായമാണ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാം എത്രമാത്രം എളുപ്പമാണ് ഈ ഒരു അധ്യായം എന്നുള്ളത്. എന്താണ് മാനേജ്മെന്റ്? മാനേജ്മെന്റിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്? അതായത് മാനേജ്മെന്റിന്റെ വിവിധ തലങ്ങൾ ഏതൊക്കെയാണ്? റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതുവരെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ചോദ്യം ഇല്ല. വാട്ട് ആർ ദ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെൻറി ഫയോൾ, അദ്ദേഹം ഫ്രാൻസിലെ ഒരു മൈനിങ് കമ്പനിയിലായിരുന്നു. അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു മാനേജ്മെന്റ് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കണം എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും പിന്നീട് അതിനെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു 14 പ്രിൻസിപ്പിൾസ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? തയ്യാറാക്കിയിട്ടുള്ളത്. സംടൈംസ്, അതായത് ചില സമയത്ത് ഈ ഓരോ പ്രിൻസിപ്പിൾസ് എടുത്ത് ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് പറയാം, ഒരു 5 പ്രിൻസിപ്പിൾസ്, എക്സ്പ്ലെയിൻ എനി 5 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഏതൊക്കെയാണ് 14 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? ഡിവിഷൻ ഓഫ് വർക്ക്, തൊഴിൽ വിഭജനം. ഒരു സ്ഥാപനത്തിലെ ജോലി ഓരോരുത്തർക്കുമായിട്ട് എന്ത് ചെയ്യാണ്? വിഭജിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ഓരോരുത്തരും അവരുടെ ജോലിയിൽ വ്യാപ്തരാകുകയും അവർ ആ ഒരു ജോലിയിൽ കാര്യക്ഷമമായി എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നതിലൂടെ അത് സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ഈ ഒരു പ്രിൻസിപ്പിൾസ്, ഈ ഒരു തത്വം എങ്ങനെ മാനേജ്മെന്റിനെ സഹായിക്കുന്നു എന്നതിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അപ്പൊ ഡിവിഷൻ ഓഫ് വർക്ക്, തൊഴിൽ വിഭജിക്കുന്നതിലൂടെ, ഓരോരുത്തർക്കും ഓരോ തൊഴിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതിലൂടെ അവരുടെ ജോലികളിൽ എന്ത് ചെയ്യുന്നു? കാര്യക്ഷമമുള്ളവരാവുകയും അതുവഴി സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഏത്? ഈ ഒരു തൊഴിൽ വിഭജനം എന്നുള്ള ഈ ഒരു പ്രിൻസിപ്പിൾസ്. റെമ്യൂണറേഷൻ, അതായത് പ്രതിഫലം. ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് ന്യായമായ പ്രതിഫലം കൊടുക്കണം, അല്ലെ? അതായത് അവർക്ക് അവരുടെ ജീവിത ചെലവൊക്കെ നേരിടുന്നതിനും. അപ്പോ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു വേതനം തന്നെയാണ് ആർക്കും നൽകേണ്ടത്? തൊഴിലാളികൾക്കും നൽകേണ്ടത്. അപ്പൊ മാത്രമേ ആർക്ക് ഒരു സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ? തൊഴിലാളികൾക്ക്. അപ്പൊ നല്ലൊരു രീതിയിലുള്ള സാലറി അല്ലെങ്കിൽ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു ജോലിയിൽ നല്ല സംതൃപ്തരാവുകയും കാര്യക്ഷമമായി ജോലി ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു? ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യത്തിൽ എത്തിക്കാനായിട്ട് സഹായിക്കും. അപ്പൊ ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടുക, അതിനായിട്ട് ഏതെല്ലാം രീതികളാണോ ചെയ്യേണ്ടത് അതൊക്കെ ഓരോ പ്രിൻസിപ്പിൾസ് ആയിട്ട് ആര് വിഭജിച്ച് നൽകിയിട്ടുണ്ട്? ഹെൻറി ഫയോള് നൽകിയിട്ടുണ്ട്. അപ്പൊ ഒരുപക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ എടുത്ത് ചോദിക്കാം. എസ്പിരിറ്റ് ഡി കോപ്സ്, അതായത് ഐക്യമാണ് ബലം. നമ്മള് മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ പറയാറുണ്ടല്ലേ, ഒരുമയുണ്ടെങ്കിൽ ഒലയ്ക്കമേലും കിടക്കാം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തില് വ്യത്യസ്ത ഫാമിലികളിൽ നിന്ന് വരുന്ന വ്യത്യസ്ത സ്വഭാവമുള്ള ഒരുപാട് ജോലിക്കാർ ജോലി ചെയ്യുന്നതാണല്ലേ. അപ്പോൾ ഇവരെല്ലാവരും ഒത്തൊരുമിച്ച് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഈ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടുന്നതിനായിട്ട് സഹായിക്കുകയുള്ളൂ. അങ്ങനെ ഓരോരോ പ്രിൻസിപ്പിൾസും അതിൻ്റെതായ പ്രാധാന്യമുള്ളതും സവിശേഷതകളും ഉള്ളതുമാണ്. അതുപോലെ തന്നെ എന്താണ് മാനേജ്മെന്റ്? മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫൈൻ ദ ടേം മാനേജ്മെന്റ്. സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടുന്നതിനായിട്ട് ദുർബലമായ വിഭവങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു കലയാണ് എന്ത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു മേരി പാർക്കറുടെ അഭിപ്രായത്തിൽ മാനേജ്മെന്റ് ഈസ് ആൻ ആർട്സ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങളെ കൈവരിക്കുന്നതിനായിട്ട് ദുർലഭമായ വിഭവങ്ങളെ കൈകാര്യം ചെയ്യുകയും മറ്റുള്ളവരിലൂടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു കലയാണ് എന്തെന്ന് പറയുന്നത്? മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, റൈറ്റ് എനി 5 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ ഏതെങ്കിലും 5 സവിശേഷതകൾ എന്ത് ചെയ്യുക? എഴുതുക എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? 5 മാർക്കാണ്. ആദ്യം നമ്മൾ എന്ത് എഴുതണം?
എന്താണ് മാനേജ്മെന്റ് എന്ന് എഴുതണം അല്ലെ, എന്നിട്ടല്ലേ നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ കഴിയുള്ളൂ. അപ്പൊ പേപ്പർ നോക്കുന്ന ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ഒരു അധ്യാപകനും മനസ്സിലാവും ഈ കുട്ടിക്ക് എന്തറിയാം, എന്താണ് മാനേജ്മെന്റ് എന്നറിയാം, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് അറിയാം. ആ ഒരു നീറ്റ്നെസ് അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ എഴുതുകയാണ്, മേരി പാർക്കറുടെ അഭിപ്രായത്തില് സ്ഥാപനത്തിലെ ലക്ഷ്യം നേടുന്നതിനായിട്ട് ദുർലഭ വിഭവങ്ങളെ കൈകാര്യം ചെയ്യുകയും സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു കലയാണ് മാനേജ്മെന്റ്. പിന്നെയോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് താഴെ പറയുന്നു, അല്ലെങ്കിൽ സവിശേഷതകൾ താഴെ പറയുന്നു. ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ്. അപ്പൊ ഒന്നാമത്തെ സവിശേഷത നമ്മൾ എഴുതി കഴിഞ്ഞു. മാനേജ്മെന്റ് ഈസ് ഗോൾ ഓറിയന്റഡ്. മാനേജ്മെന്റിന് ഒരു ലക്ഷ്യമുണ്ട്. മാനേജ്മെന്റ് സർവ്വവ്യാപിയാണ് അല്ലെ, പെർവാസീവ് ആണ്. കാരണം എന്താ, ഏതൊരു സ്ഥാപനത്തിലും എന്തുണ്ടായിരിക്കും, നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. മാനേജ്മെന്റ് ഈസ് ഇൻടാഞ്ചിബിൾ. മാനേജ്മെന്റ് എന്താണ്, അദൃശ്യ ശക്തിയാണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മാനേജ്മെന്റ് നമുക്ക് കാണാൻ കഴിയോ? ഇല്ല. പക്ഷേ ആ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ടീം ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ മാനേജ്മെന്റ് സാമൂഹ്യ പ്രക്രിയയാണ്, ഒരു സോഷ്യൽ പ്രോസസ് ആണ്. ഒരുപാട് വ്യക്തികളെ അല്ലെ, ഓരോ വ്യക്തികളും എന്താണ്, വൺ പേഴ്സൺ ഡിഫർ ഫ്രം അനദർ. ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന എല്ലാവരെയും നല്ല രീതിയിൽ നയിച്ച് അവരുടെ എന്താണ് പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഷ്യൽ പ്രക്രിയ തന്നെയാണ്. മാനേജ്മെന്റ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെന്റ് എന്താണ്, ഒരു തുടർ പ്രക്രിയയാണ്. ഏതൊരു സ്ഥാപനവും എത്രമാത്രം മുന്നോട്ട് പോകുന്നുണ്ടോ അത്രയും ആ ഒരു എന്താണ് മാനേജ്മെന്റും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാണ്, പ്രവർത്തിക്കുകയാണ്. ആ സ്ഥാപനം നിലനിൽക്കുന്നിടത്തോളം കാലം അവിടെ ഒരു മാനേജ്മെന്റും എന്തുണ്ടായിരിക്കും, നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റും ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റുകളും എഴുതി മാനേജ്മെന്റ് എന്താണെന്ന് എഴുതുക, അതുപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി? 5 മാർക്ക് കിട്ടി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എന്ത് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു. വാട്ട് ആർ ദ ലെവൽസ് ഓഫ് മാനേജ്മെന്റ്? മാനേജ്മെന്റിന്റെ ലെവൽസ്, വിവിധ തലങ്ങൾ ഏതൊക്കെയാണ്? ആവർത്തിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. അതായത് ഉന്നത തലം, മധ്യതലം, കീഴ്തലം എന്നിങ്ങനെ 3 ആയിട്ട് മാനേജ്മെന്റിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഭാഗിച്ചിട്ടുണ്ട്. ഈ ഉന്നത തലം അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ ആരൊക്കെയാ വരുന്നത്? ചീഫ് എക്സിക്യൂട്ടീവ്സ്, മാനേജ്മെന്റ് അല്ലെ, MD, മാനേജ്മെന്റ് ഡയറക്ടേഴ്സ് ഒക്കെ വരുന്നത് ഇതിലാണ്, ഈ ഒരു ഉന്നത തലത്തിലാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ആ ഒരു സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള പ്ലാനുകള്, പദ്ധതികളൊക്കെ എന്ത് ചെയ്യുക, ആസൂത്രണം ചെയ്യാം അല്ലെ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു എന്താണ് ഉന്നത തലത്തിന് താഴെയുള്ളത് ആരാണ്? മധ്യതലം അല്ലെങ്കിൽ മിഡിൽ ലെവലാണ്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക. അവരുടെ പ്രവർത്തനങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഉന്നത തലത്തിൽ തയ്യാറാക്കിയിട്ടുള്ള പ്ലാനുകൾ പ്രകാരമാണോ നടപ്പിലാക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അവരെ ഏകോപിപ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതൊക്കെ ആരുടെ എന്താണ് ധർമ്മങ്ങളാണ്? ഈ ഒരു ഉന്നതതല മാനേജ്മെന്റിന്റെ ധർമ്മങ്ങളാണ്. ഈ പറഞ്ഞിട്ടുള്ള പ്ലാനുകൾ, തയ്യാറാക്കിയിട്ടുള്ള പ്ലാനുകൾ പ്രകാരമാണോ ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്, ഈ ഒരു മധ്യതലം പ്രവർത്തിക്കുന്നത് എന്നൊക്കെ വിലയിരുത്തുന്നത് ആരാണ്? ഈ ഒരു ഉന്നത തലത്തിലുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ മധ്യതലത്തിലാണെങ്കിൽ ആരാ വരും? ബ്രാഞ്ച് മാനേജേഴ്സ്, ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്. ഡിപ്പാർട്ട്മെന്റൽ തലവന്മാരും ബ്രാഞ്ച് മാനേജേഴ്സും വരുന്നത് എവിടെയാണ്? മധ്യതലത്തിലാണ്. ഉന്നത തലത്തിൽ നിന്നിട്ടുള്ള പ്ലാനുകൾ പ്രകാരം ഈ ഓരോ പ്രവർത്തനങ്ങളും പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ഈ ഒരു മധ്യതലത്തിലാണ്. അതുപോലെ തന്നെ കീഴ്തലത്തിൽ അല്ലെ, മധ്യതലത്തിന് തൊട്ട് താഴെ എവിടെയാണ്? കീഴ്തലമാണ്, ലോവർ ലെവലാണ്. അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക, അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക. ഇനി ഈ ഒരു കീഴ്തലത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉന്നത തലത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഈ ഒരു മധ്യതലത്തിലുള്ള ആളുകളാണ്. അപ്പോൾ ഒരു മീഡിയേറ്റർ, ഒരു മധ്യവർത്തികളായിട്ട് പ്രവർത്തിക്കുന്നതും ആരാണ്? ഈ ഒരു മിഡിൽ ലെവലിലുള്ള ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇവയെല്ലാമാണ് എന്ത് ചെയ്യുന്നത്? ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സാമിനോടനുബന്ധിച്ചിട്ട് എക്സാം ഓറിയന്റഡ് ലൈവ് ക്ലാസ്സുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ട് വിശദീകരിച്ച് നൽകാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഈ ഒരു ആപ്പിൽ ലഭ്യമാണ്. ഉടനടി ജോയിൻ ചെയ്യൂ. ക്ലാസ്സുകൾക്കായിട്ട് നാഷണൽ അക്കാദമിയിലേക്ക് താഴെ കാണുന്ന നമ്പർ.
താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.